മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പിടിയിലായ ബിലാൽ സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരനാണെന്നും നിരവധി യുവതികളെ വിദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കി. ഒരു ഡീലിൽ ലഭിക്കുക 50,000 മുതൽ 1,00,000 വരെയാണ്. കേസിൽ 2 പരാതികൾ കൂടി ലഭിച്ചിട്ടുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു. വിശദമായി പരിശോധിച്ചു വരുന്നു. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് ഔറംഗസേബിനായി അന്വേഷണം ആരംഭിച്ചു. സിന്ധു ഔറംഗസേബിന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതിനാലാണ് അന്വേഷണം നടത്താനൊരുങ്ങുന്നത്. യുവതികളെ വിദേശത്ത് എത്തിച്ച് ബിലാൽ നടത്തിയത് ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടാണ്. എല്ലാ മാസവും നിശ്ചിത വിഹിതം ലഭിച്ചു. ബിലാൽ കൂടുതൽ പെൺകുട്ടികളെ വിദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്നതിലും അന്വേഷണം നടക്കുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിലെ അംഗങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ദുബായിൽ വെച്ചാണ് ബിലാൽ 1-ാം പ്രതി സിന്ധുവുമായി പരിചയത്തിലായത്. പരാതിക്കാരിയെ സിന്ധുവുമായി പരിചയപ്പെടുത്തിയതും ബിലാലാണ്. ബിലാൽ മുഖേന കൂടുതൽ യുവതികൾ സിന്ധുവിന്റെ കെണിയിൽ പെട്ടിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു. അതിനിടെ കേസിലെ പ്രതികളിൽ ഒരാളായ അലീനയുടേത് എന്ന് സംശയിക്കുന്ന ഓഡിയോ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട പണമിടപാടാണ് ഓഡിയോയിലുള്ളത്. തിരുവനന്തപുരം ചാരുമൂട് സ്വദേശികളായ പ്രതി ബിലാൽ, ശ്രീകുമാർ എന്നിങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. മാവേലിക്കരയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ദുബായിൽ ഫാഷൻ ഷോയിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞാണ് മലയാളി യുവതികളെ കൊണ്ടുപോയി സെക്സ് റാക്കറ്റ് കെണിയിൽ പെടുത്തിയത്. മാസങ്ങളോളം ലഹരി മരുന്ന് കുത്തിവെച്ചാണ് യുവതികളെ പീഡിപ്പിച്ചത്.